സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെയിൻ കോഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചെമ്മീൻ കൊച്ചുള്ളി പുരട്ട്. അപ്പോൾ തേങ്ങാപ്പാലിലൊക്കെ വേവിച്ചിട്ടുള്ള ഈ ഒരു ചെമ്മീൻ കൊച്ചുള്ളി പുരട്ട് നമ്മൾ ഷെഫ് പിള്ളയുടെ റെസിപ്പിയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മീൻ കൊച്ചുള്ളി പുരട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 750 ഗ്രാം ചെമ്മീനാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്കിലെ നാരൊക്കെ കളഞ്ഞ ശേഷമാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. ചെമ്മീൻ ക്ലീൻ ചെയ്ത ശേഷം 1/2 ടീസ്പൂൺ പൊടിയപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ചെമ്മീൻ. ഇതുകൂടാതെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളി വേണം. കൊച്ചുള്ളിയുടെ അളവൊക്കെ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. കൊച്ചുള്ളി കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ ഒരു 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതെല്ലാം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയൊരു തക്കാളി ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെമ്മീൻ കൊച്ചുള്ളി പുരട്ട് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. ചെമ്മീൻ കൊച്ചുള്ളി പുരട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. മൺചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. അതിനകത്ത് കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂണിൽ പകുതി ഉലുവയാണ് ചേർക്കുന്നത്. അങ്ങനെ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയാണ് ചേർക്കുന്നത്. എല്ലാം നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ചേർക്കാം. ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഉപ്പും ചേർത്ത ശേഷം നന്നായി വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയൊക്കെ നന്നായി ബ്രൗൺ നിറാവുന്ന വരെയാണ് നമുക്കിത് വഴറ്റിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഉള്ളിനെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് പൊടികളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ എണ്ണയിൽ തന്നെയാണ് ഈ പൊടികളൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഒന്നുമില്ലെങ്കിൽ ഓഫ് ചെയ്യുക, അതല്ലെങ്കിൽ വളരെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം വേണം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാൻ. ഞാൻ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അങ്ങനെ പൊടികളെല്ലാം നമുക്ക് ഈ എണ്ണയിൽ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ നന്നായി റോസ്റ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളിയായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പൊടികളും അതുപോലെ തന്നെ ഉള്ളിയായിട്ട് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. കാശ്മീരി ചില്ലി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കളറാണ് കിട്ടുന്നത്. അങ്ങനെ ഉള്ളിയും പൊടികളുമായിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് പൊടിയായി അരിഞ്ഞ് ചേർക്കുന്നത്. ഈ തക്കാളിയും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരുന്നവരെയാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത്. തക്കാളി പെട്ടെന്ന് വെന്ത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ അത് അടച്ചു വെച്ച ശേഷം ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയോ എന്നുള്ളത് നോക്കാം. സൈഡിൽ നിന്നൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തക്കാളിയും ചേർത്ത ശേഷം നന്നായി കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സൈഡിലേക്ക് മാറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഇനി പ്രോൺസാണ് ചേർക്കുന്നത്. അപ്പോൾ മസാലയെല്ലാം ഈ ഒരു സൈഡിലേക്ക് കിടക്കട്ടെ. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസാണ് ചേർക്കുന്നത്. ഇനി പ്രോൺസിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് കാണാം. അപ്പോഴേക്കും ഒരു സൈഡിലിരുന്ന് മസാല നന്നായി മൂത്ത് വരും ചെയ്യട്ടെ. അങ്ങനത്തെ പ്രോൺസിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം പ്രോൺസ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പ്രോൺസിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോൺസ് മസാലയായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
പെട്ടെന്ന് കുക്കാവുന്ന ഒരു സീ ഫുഡാണ് പ്രോൺസ്. കൂടുതൽ നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോൺസ് ഹാർഡാവും, അതുപോലെ തന്നെ റബ്ബർ പോലെ മാറുന്നത് കാണാം. അങ്ങനെ മസാലയും പ്രോൺസും ഇട്ട് നന്നായി മിക്സായി വരട്ടെ. പ്രോൺസും മസാലയൊക്കെ മിക്സായി വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു അര ബോക്സ് തേങ്ങാപ്പീരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അല്പം ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഇളം ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി അടിച്ചെടുക്കാം. അങ്ങനെ ഇതാ തേങ്ങാപ്പാലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെമ്മീനിലേക്ക് ചേർക്കാം. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീനിൽ നിന്നൊക്കെ വെള്ളം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. വെള്ളം ഒന്ന് വറ്റിയ ശേഷം വേണം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കട്ടി തേങ്ങാപ്പാലാണ്. ഇതൊരു അര കപ്പാണ് ചേർക്കുന്നത്. ഇനി തേങ്ങാപ്പാലും ചേർത്ത ശേഷം നന്നായി കുറുകി വരുന്നവരെയാണ് നമുക്കിനി തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ കറിയായിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് ഈ ഒരു രീതിയിൽ എടുക്കാവുന്നതാണ്. തേങ്ങാപ്പാലും ചേർത്തൊന്ന് വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല എന്ന് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അങ്ങനത്തെ തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ കൊച്ചുള്ളി പെരട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനത്തെ ഞാൻ സെർവിങ് ഡിഷൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ കൊച്ചുള്ളി പെരട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ കൊച്ചുള്ളിയായിട്ട് നന്നായി പെരണ്ട രീതിയിലാണ് ഈ ഒരു ഡിഷ് തയ്യാറാക്കിയിരിക്കുന്നത്. തേങ്ങാപ്പാലിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ചെമ്മീൻ കൊച്ചുള്ളി പെരട്ടിനുള്ളത്. ഏറ്റവും അവസാനം നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മൾ ചെമ്മീൻ കൊച്ചുള്ളി പെരട്ടാണ് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണിത്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നാനിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.